എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ അനാമിക ദേവയാനിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഞാനാണ് ബ്ലഡ് തന്നത്. ഇത് കേട്ട് ദേവയാനി അനാമികയെ ചേർത്ത് പിടിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. ദേവയാനിയെ പരിശോധിക്കാനായിട്ട് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, ഇപ്പൊ ക്ഷീണൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാനിപ്പോ ഓക്കെ ആയി വരുന്നു ഡോക്ടർ. മുൻപത്തെ പോലെ വല്ലാത്ത ക്ഷീണമൊന്നും തോന്നുന്നില്ല. എന്നാലും ജീവിതത്തിലോട്ട് തിരിച്ചു വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് തന്നെയാ ഞാനും നിന്റെ അടുത്ത് പറയാൻ വന്നത്. നിന്റെ ജീവൻ രക്ഷിച്ചത് ഒരു കുട്ടിയാ. ആ കുട്ടി നിനക്ക് ബ്ലഡ് തന്നില്ലെങ്കിൽ ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പേ AB നെഗറ്റീവ് ആയിരുന്നു. റയറായ ഗ്രൂപ്പായ കാരണം പെട്ടെന്നൊന്നും ആ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടില്ലായിരുന്നു. തക്ക സമയത്ത് ആ കുട്ടി ബ്ലഡ് തന്ന കാരണം തന്റെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി. ഡോക്ടറെ, ആ കുട്ടി പുറത്തുണ്ടോ? എനിക്ക് ആ കുട്ടിയൊന്ന് കാണണമായിരുന്നു. നിങ്ങളുടെ കൂടെയുള്ള കുട്ടി തന്നെയാണല്ലോ നിങ്ങൾക്ക് ബ്ലഡ് തന്നത്. നിങ്ങളുടെ ബന്ധുക്കളോടൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ദേവിയനോട് പറയുന്നുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം ഒരു ക്ഷീണമൊക്കെ കാണും, എഴുന്നേറ്റ് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമുക്കിവിടെ കുറച്ച് നാൾ കിടന്നിട്ട് പോവാം. ഇതും പറഞ്ഞ് ഡോക്ടർ പോവാണ്. ദേവയാനിക്കാണെങ്കിൽ തന്റെ ജീവൻ രക്ഷിച്ച കുട്ടി ആരാണെന്ന് കാണാനായിട്ട് വലിയ ആഗ്രഹമായിരിക്കും. അങ്ങനെ ആദർശും ജയനും കൂടെ ദേവയാനിയെ കാണാനായിട്ട് ഉള്ളിലോട്ട് വരികയാണ്. അമ്മ ഒന്നും കൂടെ ഓക്കെ ആയെന്ന് ആദർശിന് മനസ്സിലാവാണ്. അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു അമ്മയുടെ കണ്ടീഷൻ ഇപ്പോ ഓക്കെ ആയി വരികയാണെന്ന്. ഇനി പേടിക്കാനൊന്നും ഇല്ലയെന്നാ ഡോക്ടർ പറഞ്ഞത്. ആദർശേ, എനിക്ക് ബ്ലഡ് തന്ന് എന്റെ ജീവൻ രക്ഷിച്ച ആ കുട്ടി എവിടെ? എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. ആദർശാണെങ്കിൽ അച്ഛന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ജയൻ പറയുന്നുണ്ട്, നിനക്ക് ആ കുട്ടിയെ കാണണോ? ആ ജയേട്ടാ, എനിക്ക് ആ കുട്ടിയെ കാണണം. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ ജീവൻ രക്ഷിച്ചത് ആ കുട്ടിയാണെന്ന്. തക്ക സമയത്ത് എനിക്ക് ബ്ലഡ് തന്ന കാരണ എന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്ന്. ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ ആ കുട്ടിയോടാ. ആ കുട്ടിയെ എനിക്ക് നേരിട്ടൊന്ന് കാണണം ജയേട്ടാ. ജയേട്ടാ, നമ്മൾ അറിയുന്ന കുട്ടിയാണോ? ആ കുട്ടിയെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. അല്ല ജയേട്ടാ, ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തോ? ആ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും സഹായിക്കണം. എന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയാ. ജയേട്ടാ, പുറത്തുണ്ടെങ്കിൽ ഒന്ന് വിളിക്ക്. ആദർശേ, ഒന്ന് ഉള്ളിലോട്ട് വരാൻ പറ. ഞാൻ ആ കുട്ടിയൊന്ന് കാണട്ടെ. പറയാമേ, ആ കുട്ടിയോട് വരാൻ വേണ്ടി പറയാം. നയനയാണെങ്കിൽ വീട്ടിലോട്ട് പോയിരിക്കും. അതുകൊണ്ടാണ് നയനയെ വിളിക്കാത്തത്. എന്നാ ഇതേ സമയത്ത് അനാമികയും രേവതിയും ദേവയാനിയെ കാണാനായിട്ട് ഉള്ളിലോട്ട് വരികയാണ്. വല്യമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വല്യമ്മ ഓക്കെ അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് അനാമിക ദേവയാനിയുടെ അടുത്തോട്ട് വരികയാണ്. എന്നാ രേവതി പറയുന്നുണ്ട്, വീട്ടിലിരുന്നിട്ട് മോൾക്കൊരു സമാധാനമില്ല. എപ്പോഴും വല്യമ്മയെ കുറിച്ചുള്ള ആലോചന മാത്ര. നേരത്തിന് ഭക്ഷണം പോലും എന്റെ മോള് കഴിക്കുന്നില്ല. അതുകൊണ്ടാ ഇങ്ങ് വന്നത്. അല്ല ആൻറ്റി, ഞങ്ങളിപ്പോ അമ്മയെ കാണാനായിട്ട് കയറിയുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയറാം. എന്റെ മോള് അത്ര ആഗ്രഹിച്ച് വല്യമ്മയെ കാണാൻ വന്നതാ. നിങ്ങൾക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാലോ. ഞങ്ങൾ ഇപ്പൊ തന്നെ പോവും. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഇറങ്ങിക്കൊള്ളാം എന്ന് രേവതി പറയാണ്. ഇത് കേൾക്കുമ്പോ ആദർശും ജയനും കൂടെ പുറത്തോട്ട് ഇറങ്ങാണ്. എന്നാ ആദർശ് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ, അമ്മയ്ക്ക് നയനെ കാണണമെന്നല്ലേ പറഞ്ഞത്? ആ മോനെ, നീ വേഗം നയനയോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. അച്ഛാ, ഇനി നയനയാണ് ബ്ലഡ് തന്നേന്ന് അറിഞ്ഞാ അമ്മ എങ്ങനെയാ പ്രതികരിക്കുക? എന്ത് പ്രതികരിക്കാനാ? ഇതായിരിക്കും നല്ല സമയം. അവര് തമ്മിൽ തിരിച്ചറിയാൻ പറ്റിയ സമയാ. നയനമോളാണ് ബ്ലഡ് തന്ന ജീവൻ രക്ഷിച്ചെന്നറിഞ്ഞാ ദേവിയാനിക്കും അവളെടുത്ത് ഒരുപാട് സ്നേഹം തോന്നും. നീ വേഗം നയനമോളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയെന്ന് ജയൻ പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ നയനയെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ നയനയോട് ആദർശ് പറയുന്നുണ്ട്, നയനെ, നീ വേഗം ഇങ്ങോട്ട് വാ. നിന്നെ കാണണമെന്ന് അമ്മ പറയുന്നുണ്ട്. എന്നെ കാണണമെന്നോ? അമ്മയല്ലേ ഇനി എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ജീവൻ രക്ഷിച്ച ആ കുട്ടിയെ കാണണമെന്നാ പറഞ്ഞത്. അമ്മയുടെ ശരീരത്തിൽ ഓടുന്നത് ഇപ്പൊ നിന്റെ ബ്ലഡ് അല്ലേ? നിന്നെ കാണാൻ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ആ കുട്ടിയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹം അമ്മ പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും ഇങ്ങോട്ട് വാ. ആദർശേട്ടാ, എന്നെ കണ്ട അമ്മ ഇനി എന്താ പ്രതികരിക്കുക എന്നറിയോ? ഒരു പ്രതികരണം ഉണ്ടായിരിക്കില്ല. നീ വേഗം ഇങ്ങോട്ട് വാ. എന്നാ ശരിയെന്ന് പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ദേവയാനിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് പല രീതിയിലായിരിക്കും അനാമികയും രേവതിയും. ദേവയാനിയാണെങ്കിൽ ആ കുട്ടിയെ കാണാനായിട്ട് കൊതിച്ചിരിക്കുകയായിരിക്കും. എന്നാ അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ, ഞാൻ വല്യമ്മയുടെ ഒരു കാര്യം പറയട്ടെ? പറ മോളെ, എന്താ കാര്യം? ആ നയനയാ വല്യമ്മേ വല്യമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം. ഞാൻ പറഞ്ഞതല്ലേ? ആ മോളെ, എനിക്കറിയാം, അവള് തന്നെയാ. അവളല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല എന്നും എനിക്കറിയാം. വല്യമ്മേ, അത് മാത്രല്ല, വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് വല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാച്ച് ആയിരുന്നു. എന്നാ ഒരുപാട് തവണ എല്ലാവരും പറഞ്ഞു വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ബ്ലഡ് കൊടുക്കാൻ സഹായിക്കാൻ. പക്ഷെ അവൾ കൊടുത്തില്ല വല്യമ്മേ. എന്നിട്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ ബ്ലഡ് കൊടുത്തത് ഏത് പെൺകുട്ടിയാ?
അത് പിന്നെ വല്യമ്മയുടെ ബ്ലഡുമായിട്ട് എൻ്റെ ബ്ലഡ് മാച്ച് ആയിരുന്നു. പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു വല്യമ്മേ. എങ്ങനെ വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കും? ഞാനാണെങ്കിൽ സൂചി കണ്ടാൽ പേടിക്കുന്ന ആളാ. ഞാൻ ആകെ പേടിച്ചു പോയി. എന്നാ എൻ്റെ വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. എൻ്റെ പേടിയൊക്കെ മാറ്റിവെച്ച് ഞാൻ ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. പേടി തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് സന്തോഷമാണ് തോന്നിയത്. എൻ്റെ ബ്ലഡ് കൊണ്ട് എൻ്റെ വല്യമ്മയുടെ ജീവൻ രക്ഷിച്ചല്ലോ. വല്യമ്മയുടെ ദേഹത്ത് ഓടുന്നത് ഇപ്പം എൻ്റെ ബ്ലഡാ. ഇത് കേൾക്കുമ്പോൾ ദേവി എനിക്ക് ഒരുപാട് സന്തോഷമാവാണ്. എൻ്റെ മോളാണോ എനിക്ക് ബ്ലഡ് തന്നത്? എൻ്റെ മോളാണല്ലേ? ഞാൻ ചോദിക്കായിരുന്നു ആ കുട്ടി ആരാണെന്ന്. അതെ ചേച്ചി, എൻ്റെ മോളാ ചേച്ചിക്ക് ബ്ലഡ് വന്നത്. എൻ്റെ കുട്ടിക്കാണെങ്കിൽ സൂചി കണ്ട പേടിയായിരുന്നു. ആ പേടിയൊക്കെ മാറ്റി വെച്ചാ ചേച്ചിക്ക് വേണ്ടിയിട്ട് എൻ്റെ മോള് ബ്ലഡ് തന്നത്. ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളുടെ അടുത്ത് പലതവണ എല്ലാവരും പറഞ്ഞു ബ്ലഡ് കൊടുക്കാനായിട്ട്. അവൾ ഒഴിഞ്ഞു മാറി നിന്നു. അവൾ കൊടുത്തില്ല. ചേച്ചി ജീവനോടെ വരുന്നത് അവൾക്ക് കണ്ടൂടാ. അതുകൊണ്ടാ ചേച്ചി എങ്ങനെയും ഇല്ലാതാവണം, അതുമാത്രേ അവൾ ചിന്തയിലുള്ളൂ. അല്ലെങ്കിലും അവൾ എനിക്ക് ബ്ലഡ് തരാതിരുന്നത് തന്നെയാ നല്ലത്. ഇത്രയും ദുഷിച്ച മനസ്സുള്ളവളെ ബ്ലഡ് എൻ്റെ ശരീരത്തിലൂടെ ഓടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. എന്നാലും എൻ്റെ മോൾക്കല്ലേ അതിന് തോന്നിയുള്ളൂ എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട്. മോളെ തന്നേന്ന് എൻ്റെ അടുത്ത് ആദർശോ ജയേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ വലിയമ്മേ പറയാ? എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ. എല്ലാവർക്കും നയനയല്ലേ ഇഷ്ടം. ഞാൻ നല്ലൊരു കാര്യം ചെയ്തപ്പോൾ എന്നെക്കുറിച്ച് ആരും ഒന്നും പറയില്ല. ഇനി വല്യമ്മ ഇക്കാര്യമൊന്നും അവരുടെ അടുത്ത് പറയാൻ നിൽക്കണ്ട. ഞാൻ വല്യമ്മയുടെ അടുത്ത് പറഞ്ഞതാ. അവരായിട്ടൊന്നും വല്യമ്മയോടൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ വല്യമ്മേ, ഞാൻ വല്യമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇനിയൊന്നും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആരാ ബ്ലഡ് തന്നേന്നോ ആ കുട്ടിയെ കാണണമെന്നൊന്നും പറയണ്ട. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല വല്യമ്മേ. അതുകൊണ്ടാ. ഇല്ല മോളെ, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. വല്യമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ വല്യമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ ഇനി പിന്നെ വരാം. ശരി മോളെ, മോള് പോയിട്ട് വായെന്ന് ദേവിയാനിയും പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ദേവിയാനി കിടക്കുന്നത്. പുറത്തിറങ്ങിയതിനു ശേഷം അനാമികയും രേവതിയും പറയുന്നുണ്ട്, മോളെ എന്തായാലും നന്നായി, മോളാണ് ബ്ലഡ് കൊടുത്തതെന്ന് പറഞ്ഞത്. എന്തായാലും മോളോടിപ്പോ സ്നേഹം കൂടിയിട്ടുണ്ട് വല്യമ്മയ്ക്ക്. അമ്മേ, ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞ കാരണം വല്യമ്മയ്ക്ക് എന്നോട് സ്നേഹം, അതല്ല നയനയാണ് ബ്ലഡ് കൊടുത്തതെന്ന് പറഞ്ഞാ പിന്നെ വല്യമ്മയ്ക്ക് അവളോടൊരു സ്നേഹം തോന്നും. അത് വേണ്ടാന്ന് കരുതിയിട്ടാ ഞാൻ പറഞ്ഞത്. ഇനി എന്തായാലും വല്യമ്മ അത് ചോദിക്കാൻ നിൽക്കില്ല, ആരാ ബ്ലഡ് തന്നേന്ന്. ഇനി നയനയോ ആദർശോ ജയനോ എങ്ങാനും പറഞ്ഞാലോ? അപ്പൊ നമുക്ക് വേറെ വഴി നോക്കാം. അവരെ നയന നല്ല പിള്ളയാണെന്ന് ചമയ്ക്കാൻ വേണ്ടിയിട്ട് അവരില്ലാക്കാതെ പറയുകയാണെന്ന് നമുക്ക് പറയാം. എന്തൊക്കെ വഴിയുണ്ട് അമ്മേ. എന്തായാലും വല്യമ്മ ഞാൻ പറയുന്നതേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് ഇനി വരുമ്പോൾ നമുക്ക് അതുകൂടെ പറയാം. അവരെല്ലാം ചേർന്നേ ചിലപ്പോൾ വല്യമ്മയുടെ അടുത്ത് പറയും വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നയനയാണ് ബ്ലഡ് തന്നേന്ന്. വല്യമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് കള്ളം പറയാണെന്ന് ഞാൻ വല്യമ്മയുടെ അടുത്ത് പറയും. അത് വല്യമ്മ വിശ്വസിക്കും. എന്തായാലും വല്യമ്മ എൻ്റെ കൂടെ നിൽക്കൂ. അങ്ങനെ ജീവൻ രക്ഷിച്ച നയന പുറത്തായി. അനാമിക എന്ന വിഷയത്തിനെ തിരിച്ചറിയാത്ത ദേവയാനി ഒരിക്കലും നയനയെ സ്നേഹിക്കില്ല, അതുറപ്പാണ്. എന്തായാലും അടുത്ത റിവ്യൂവിനായിട്ട് എല്ലാവരും കാത്തിരിക്കൂ. നാളെ വീണ്ടും കാണാം. ടാറ്റാ.